അതായത് ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അറ്റുണ്ടാവില്ലല്ലോ, ഇത് ചെയ്യാനുണ്ട് ഇത് ചെയ്യാനുണ്ട്. പക്ഷെ ആ ചിന്തിക്കുന്ന കാര്യങ്ങൾ അതേസമയം എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നമ്പർ ഉണ്ടാവും. പക്ഷെ ചിന്തിക്കും നമ്മൾ കണക്റ്റഡായി ഇങ്ങനെ ചിന്തിച്ചു പോകും. ഈ ഒരു പേടി കാരണമാണ് പല എക്സാമിലും ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇതൊന്നും ആൻസൈറ്റി ഒരു മേജർ ഇഷ്യൂ ആണ്, കിട്ടാതിരിക്കാനുള്ള അറിയുന്നതും തെറ്റിക്കാനുള്ള ഒരു മേജർ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. വിജയിച്ചവരോടുള്ള സംസാരങ്ങൾ നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിൻ്റെ ഉദ്ദേശം മുമ്പുള്ള പല സംസാരങ്ങളിലും പല ഇൻ്റർവ്യൂകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി വിജയിക്കാനുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിനെക്കുറിച്ച് ഐഡിയ ലഭിക്കുക വിജയിച്ചവരുടെ കഥകൾ കേൾക്കുമ്പോഴാണ്. അത്തരത്തിൽ ഇപ്രാവശ്യം സൈക്കോളജിയിൽ JRF നേടിയിട്ടുള്ള A-rate ആയിട്ടുള്ള ഷാദിയയുമായിട്ടാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് കൂടിയിട്ടുള്ള നോർമൽ കട്ട് ഓഫ് അറൗണ്ട് 250 അടുത്തൊക്കെ വന്നിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു സൈക്കോളജി. അപ്പോൾ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് സൈക്കോളജി സ്റ്റുഡൻസിൻ്റെ ഒക്കെ ഇപ്പോൾ ഒരു വലിയ കൺഫ്യൂഷൻ പേഴ്സണലൊക്കെ ചോദിക്കാറുണ്ട്. കട്ട് ഓഫ് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ, 300-ൽ 250 എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി ടോപ്പസ്റ്റ് കട്ട് ഓഫ് ഇൻ ഹോൾ UGC നെറ്റ് സബ്ജക്റ്റുകളാണ്. അപ്പം സൈക്കോളജി എങ്ങനെ പഠിക്കണം, കൂടുതൽ ബേസ് വരികയില്ലേ, അങ്ങനെയൊക്കെ പലരും പല കൺഫ്യൂഷനാണ് എസ്പെഷ്യലി സൈക്കോളജി സ്റ്റുഡൻസ് ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യസ്ത കാര്യങ്ങൾ ഇപ്രാവശ്യം നമുക്ക് JRF സൈക്കോളജി ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഷാദിയയിൽ നിന്ന് നമുക്ക് കേൾക്കാൻ ശ്രമിക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഷാദിയ, കൺഗ്രാജുലേഷൻസ്. ഷാദിയ, ബേസിക്കലി ഇപ്രാവശ്യം നമ്മൾ സൈക്കോളജി നോക്കുന്ന സമയത്ത് ആദ്യത്തെ ഏറ്റവും കീ ആസ്പെക്റ്റിലേക്ക് തന്നെ നോക്കാം. ഒരുപാട് കട്ട് ഓഫ് കൂടിയിട്ടുള്ള ഒരു വിഷയമാണ് ഉണ്ടായിട്ടുള്ളത്. അതേസമയം കഴിഞ്ഞ പ്രാവശ്യം കമ്പാരിറ്റീവ്ലി അത്ര കട്ട് ഓഫ് ഉണ്ടായിരുന്നില്ല, കൂടി മുൻവർഷങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കട്ട് ഓഫ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം പലരുടെയും ഏറ്റവും വലിയൊരു കൺഫ്യൂഷൻ, ഇങ്ങനെ കട്ട് ഓഫ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് സൈക്കോളജി പ്രിപ്പറേഷൻ ഒരു പ്രത്യേക പുതിയ സ്ട്രാറ്റജിയുടെ ആവശ്യമുണ്ടോ എന്നുള്ളതൊക്കെയാണ്. അപ്പം എങ്ങനെയായിരുന്നു ഷാദിയയുടെ ഒരു സൈക്കോളജി പ്രിപ്പറേഷൻ? പുതിയ സ്ട്രാറ്റജിയുടെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബേസിക്കലി കോൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കുക, പിന്നെ എത്രത്തോളം പ്രീവിയസ് ഇയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം ചെയ്യുക. ഞാൻ ഡിസംബറിൽ നെറ്റ് ക്വാളിഫൈ ആയി, ഈ ജൂണിലേക്ക് വരുമ്പം JRF ക്വാളിഫൈ ആയി. അതിന് എന്നെ ഹെൽപ്പ് ചെയ്തത് പ്രീവിയസ് ഇയർ തന്നെയാണ്. മാക്സിമം പ്രീവിയസ് ഇയർ ചെയ്തിട്ടാണ് എങ്ങനെയാണ് എക്സാം നമ്മൾ പറയില്ലേ, അപ്പോൾ അറിയാത്ത ക്വസ്റ്റ്യനും നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ എലിമിനേറ്റ് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്താമെന്ന്. പക്ഷെ അങ്ങനെ എലിമിനേറ്റ് ചെയ്ത് ആൻസറിലേക്ക് എത്തണമെങ്കിലും പ്രീവിയസ് ഇയർ ഒക്കെ ചെയ്ത് ആ ഒരു പരിചയം ഉണ്ടെങ്കിൽ അങ്ങനെ എലിമിനേഷനും നടക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഒരു കീ പ്ലെയർ ആയിട്ട് പറയുന്നത്. അപ്പൊ അതിലും പലരുടെയും കൺഫ്യൂഷൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ്. എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന് വെച്ചാൽ ആ ചോദ്യത്തിന്റെ ഉത്തരം അറിയോ എന്നാണോ നോക്കേണ്ടത്, അതിൽ ഓപ്ഷൻസ് അറിയണമെന്നുള്ളതാണോ നോക്കേണ്ടത്, ഇങ്ങനെ പല കൺഫ്യൂഷൻ. എങ്ങനെയാണ് ഷാദിയുടെ ഒരു എക്സ്പീരിയൻസിൽ ഷാദി എങ്ങനെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്തിരുന്നത്? പ്രീവിയസ് ഇയറിന്റെ ഒരു ചോദ്യത്തിന്റെ ഉത്തരവും അതിന്റെ കൂടെയുള്ള ഓപ്ഷൻസും മൊത്തം പഠിച്ചിട്ടാണ് നോക്കിയത്. നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് തന്നെ മനസ്സിലാവുമല്ലോ. അങ്ങനെയാണ് പ്രീവിയസ് ഇയർ ചെയ്തത്. അതായത് ക്വസ്റ്റ്യൻസ് നോക്കുന്നു, ഓരോ ഓപ്ഷൻസ് നോക്കുന്നു, ആ ഓപ്ഷൻസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കുന്നു, അതിന്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഓക്കെ, ഗോട്ട് ഇറ്റ്. അപ്പൊ ഇതില് സൈക്കോളജി തന്നെ നമ്മൾ ഇപ്രാവശ്യം എടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് ഒരുപാട് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ വരുന്നുണ്ട്. അപ്പൊ കുട്ടികൾക്കൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ, ഇപ്പൊ നമ്മൾ ഏത് എക്സാമിനും സീരിയസ് ആയി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു സീരിയസ് മോഡിൽ കൂടുതൽ കാര്യങ്ങൾ ലേറ്റസ്റ്റ് ആസ്പെക്റ്റുകളൊക്കെ ഡിസ്കസ് ചെയ്യും. ബേസിക് പുസ്തകങ്ങളിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഫാക്ച്വൽ ആസ്പെക്റ്റുകൾ പലർക്കും ഓർത്തെടുക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഈ ഫാക്ച്വൽ കൂടുതൽ വരുന്ന സമയത്ത് എങ്ങനെ പഠിക്കുന്നതായിരിക്കും നന്നാവുക എന്നുള്ളതാണ് ഷാദിയക്ക് തോന്നിയത്. ബേസിക് കോൺസെപ്റ്റ് എക്സാം ടഫ് ആയാലും അല്ലെങ്കിലും ബേസിക് കോൺസെപ്റ്റ് പഠിച്ചാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഫാക്ച്വൽ സാധനങ്ങളും എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ബേസിക് പഠിച്ചു പോയി കഴിഞ്ഞ് ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ്ലി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഫാക്ച്വൽ സാധനങ്ങൾ റിമെമ്പർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതായത് ഇതിൽ പറഞ്ഞപ്പോൾ ബേസിക് എന്ന് പറഞ്ഞത് ബേസിക് ചോദിക്കുകയാണെങ്കിലും കോംപ്ലിക്കേറ്റഡ് ചോദിക്കുകയാണെങ്കിലും ബേസിക് അറിയൽ നിർബന്ധമാണ്. ബേസിക് അറിയൽ നിർബന്ധമാണ്. അതിൽ നിന്ന് പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോംപ്ലിക്കേറ്റഡ് എങ്ങനെയാണെന്ന് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. പിന്നെ ആദ്യത്തെ കീ ബേസിക് അറിയാന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ഗോട്ട് ഇറ്റ്. പിന്നെ അതുപോലെ തന്നെ പലർക്കും ഉള്ള ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും എങ്ങനെയാണ് നമ്മുടെ അപ്ലൈഡ് സ്ട്രാറ്റജി, അപ്ലൈഡ് റിസർച്ച് മെത്തഡോളജിയുടെ ഒരു അപ്രോച്ച് വേണം. എങ്ങനെയായിരുന്നു ഷാദിയുടെ ഒരു അപ്രോച്ച്? റിസർച്ച് മെത്തഡോളജി ഇപ്പം നമ്മൾ കുറച്ച് മുന്നത്തെ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ടഫാണ്. ഇപ്രാവശ്യം അത്ര ടഫില്ല. പക്ഷേ ഇപ്പം എന്തായാലും JRF ഒക്കെ ലക്ഷ്യം വെക്കുന്നവരെന്തായാലും PhDക്ക് പോകേണ്ടവരായിരിക്കല്ലോ. അപ്പം അത് തെറവായി പഠിക്കാന്നുള്ളത് തന്നെയാണ് റിസർച്ചിനെ സംബന്ധിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം അത് കാരണം ബിയോണ്ട് എക്സാമിനപ്പുറത്തേക്ക് നമുക്ക് ആവശ്യമുള്ള ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട്. പിന്നെ ഇവര് ഇപ്രാവശ്യം ഈസി ക്വസ്റ്റ്യൻ ചോദിച്ചെന്ന് വിചാരിച്ചാൽ അടുത്ത പ്രാവശ്യം ചോദിക്കണം എന്നില്ലല്ലോ. അപ്പം പഠിച്ചു പോവാന്നുള്ളത് തന്നെയാണ്. ഓരോ പ്രാവശ്യം അതിനനുസരിച്ച് മാറിക്കൊണ്ടേ ഇരിക്കാമെന്നുള്ള ഒരു ആസ്പെക്ട് ഉള്ളൂ.
പിന്നെയുള്ളൊരു സംഭവം, ഒരു പേപ്പർ 1 പ്രിപ്പറേഷൻ അപ്രോച്ച് എങ്ങനെയായിരുന്നു ഷാദി? പേപ്പർ 1 ഞാൻ ആദ്യം പഠിച്ചത് ലോജിക്കൽ റീസണിങ്ങാണ്. കാരണം അത് കുറേ ഫാലസീസും നമുക്ക് ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇത് ഫസ്റ്റ് പഠിച്ചുകൊണ്ട് തന്നെ എപ്പോഴും റിപ്പീറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ഡെയിലി ബേസിസിൽ റിപ്പീറ്റ് ചെയ്യും. ഒരു 15 അവസാനത്തേക്ക് ഒക്കെ ആകുമ്പോൾ നമുക്കൊരു 15 മിനിറ്റ് 10 മിനിറ്റ് മതി ഫുൾ പേപ്പർ റിവൈസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ ലോജിക്കൽ റീസണിങ് ഫസ്റ്റ് പഠിച്ചു. അതുകൊണ്ട് തന്നെ മാത്തമെറ്റിക്കൽ റീസണിങ്ങും ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനും ഡെയിലി ഒരു കുറച്ച് മണിക്കൂർ വെച്ച് ചെയ്യും. അതായിരുന്നു. പിന്നെ ഹയർ എഡ്യൂക്കേഷൻ എല്ലാം റിപ്പീറ്റഡ് റിവിഷൻ തന്നെ. പേപ്പർ 1 കാര്യമായിട്ട് റിപ്പീറ്റഡ് റിവിഷൻ തന്നെയാണ് ചെയ്തത്. ഓക്കെ, ആ ഒരു റിവിഷൻ എന്നുള്ള പാറ്റേൺ. അപ്പോൾ പേപ്പർ 1 തന്നെ ഇപ്പം നമ്മൾ നോർമലി ആർട്സ് സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ സൈക്കോളജി, ഹിസ്റ്ററി ഒക്കെ കുട്ടികൾക്ക് കൂടുതൽ ടഫായിട്ട് വരുന്ന സബ്ജക്റ്റുകളാണ് മാത്സ്, ഡാറ്റ. ഓക്കെ, കൂടുതൽ എല്ലാവർക്കും എന്നല്ല ഞാൻ പറയുന്നത്, മെജോറിറ്റി ഓഫ് ദ ആളുകൾക്ക്. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചപ്പോൾ ഷാദി പറഞ്ഞു ഇനീഷ്യലി അതിൽ ചെറിയൊരു നെഗ്ലക്റ്റ് ഉണ്ടായിരുന്നു, പിന്നീട് അത് വർക്കൗട്ട് ചെയ്യാൻ പറ്റി, JRF എത്തുന്ന ലെവലിലേക്ക് അത് ഹെൽപ്പ് ചെയ്തു. അപ്പം എങ്ങനെയായിരുന്നു ഈ ഒരു ടോപ്പിക്കുകളുടെ ഒരു പ്രിപ്പറേഷൻ, മാത്സ്, ഡാറ്റ പോലെ ടോപ്പിക്? മാത്സ്, ഡാറ്റ ഞാൻ ആദ്യം ഈസി ആവുമെന്ന് വിചാരിച്ചിട്ട് ഒട്ടും പ്രിപ്പയർ ചെയ്യാണ്ട് വിട്ട ഒരു സബ്ജക്റ്റ് ആയിരുന്നു. അപ്പം നെറ്റ് കിട്ടുന്ന സമയത്ത് ഡാറ്റ എനിക്ക് ഒരു മാർക്ക് കിട്ടി. എല്ലാം നമ്മൾ കറക്റ്റ് എ കുത്തി അങ്ങനെ ഒന്ന് ശരിയായി, അത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പം റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അതെനിക്ക് ഭയങ്കര ഒരു റിഗ്രറ്റ് ആയിരുന്നു, ഡാറ്റ നോക്കിയില്ല എന്നുള്ളത്. കാരണം ഈസി ആയതുകൊണ്ട് ഞാൻ നോക്കാണ്ട് പോയതാ. അപ്പോൾ ഇപ്രാവശ്യം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഫുൾ കംപ്ലീറ്റ് പ്രീവിയസ് ഇയർ ചെയ്ത് ഡെയിലി ഒരു 2 മണിക്കൂറെങ്കിലും അറ്റ്ലീസ്റ്റ് മാത്സിനും ഡാറ്റക്കും എടുത്ത് ചെയ്തു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ മാത്സ് ഫുള്ള് കിട്ടൂലെങ്കിലും ഡാറ്റ എന്തായാലും നമ്മൾ റിപ്പീറ്റഡ്ലി ചെയ്യുകയാണെങ്കിൽ ഫുള്ള് സ്കോർ ചെയ്യാൻ പറ്റും. മാത്സ് ഒരുപാട് ഡൈവേഴ്സ് ക്വസ്റ്റ്യൻ വരുന്നതുകൊണ്ട് മാത്സ് ചിലപ്പോൾ 3 to 4 ഒക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് പോസിബിൾ ആവാം. പക്ഷെ ഡാറ്റ PYQ ഒക്കെ ചെയ്താൽ എങ്ങനെയാലും നമുക്ക് കംപ്ലീറ്റ് കിട്ടും. ഡാറ്റ മാത്രമാണ് ഫുള്ള് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ റീഡിങ് കോംപ്രഹെൻഷനും ബാക്കിയൊക്കെ എത്ര ആയാലും 3 to 4 മാത്രമല്ലേ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നുള്ള ഒരു കേസ്, നമ്മൾ ഈ ഒരു പ്രിപ്പറേഷൻ സ്റ്റേജിൽ ഇപ്പം എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ഇപ്പം ഞാനും പറയുന്നതാണ്, ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ പ്രശ്നം ഫെയിലിയേഴ്സിൻ്റെ അല്ലെങ്കിൽ ആളുകൾ ക്വാളിഫൈ ചെയ്യാതെ ഇൻകൺസിസ്റ്റൻസി എന്നുള്ളതാണ്. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് എക്സാമിന് വേണ്ടിയിട്ട് ഭയങ്കര കമ്പറ്റീറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ഡിസ്ട്രാക്ഷൻ ഓപ്ഷനുള്ള ഡിജിറ്റൽ തന്നെ നമ്മൾ പഠിക്കേണ്ട ഈ കാലത്ത് പോകാന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ആളുകൾ കൺസിസ്റ്റൻ്റ് ആവേണ്ടതെന്ന് ഷാദിയോട് ചോദിക്കുന്നില്ല. ഓക്കെ, ഓരോരുത്തർക്കും ഓരോ നേച്ചർ. പക്ഷെ ഷാദി എങ്ങനെയാണ് കൺസിസ്റ്റൻ്റ് ആയത്? എനിക്ക് തോന്നുന്നു ഇപ്പം എന്നെ സംബന്ധിച്ച് ഒരു കാര്യം ഞാൻ ചെയ്യണമെങ്കിൽ എനിക്കതിൽ മീനിങ് വേണം. അപ്പം നെറ്റ് ഇതിനു മുമ്പും PG പഠിക്കുമ്പോഴൊക്കെ നോക്കാന്നൊക്കെ വിചാരിച്ച് നോക്കിയിട്ടില്ല. കാരണം അന്ന് നെറ്റ് എന്തിനാണ്, അല്ലെ എനിക്കത് വേണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം എഴുതുമ്പം എനിക്ക് JRF കിട്ടിയേ തീരുള്ളൂ, അതല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ലയെന്ന് മനസ്സിലുള്ളതുകൊണ്ടാണ് എനിക്കങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ ഡിസ്ട്രാക്ഷൻ ഒന്നും വന്നില്ല. കാരണം ഇതില്ലാണ്ട് വേറെ പരിപാടി ഇല്ല എന്നുള്ളൊരു ബോധ്യം ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു മീനിങ്, അതായത് JRF എനിക്ക് കിട്ടണം എന്നുള്ളൊരു വ്യക്തമായ ധാരണ എനിക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരുന്നതിൻ്റെ മേലെ. അതായത് നമ്മളെപ്പോഴും പറയുന്ന പോലെ ആ ഒരു നീഡ് സ്ട്രോങ് ആവും അല്ലെ, ആ നീഡിനെ കുറിച്ച് നമുക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാവും. അതെ, വെറുതെ ഇപ്പോൾ എല്ലാവരും എഴുതുന്ന ഞാനും പോയി എഴുതാന്നുള്ളൊരു സാധനത്ത് മീൻസ് ചിലർക്ക് അങ്ങനത്തെ ഒരു മോട്ടിവേഷൻ ഉണ്ടാവും. പക്ഷെ എനിക്ക് കുറച്ചുകൂടി ഇന്റേണലി നമുക്ക് അതിലൊരു മീനിങ് വേണം, എന്നാലേ അതിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ലോങ് ടൈം കൺസിസ്റ്റൻസിക്ക് ഒരിക്കലും ഒരു എക്സ്റ്റൻസിക് മോട്ടിവേഷൻ വർക്ക് ചെയ്യുന്നു തോന്നുന്നില്ല. ഒരു ഇന്റൻസിക് ആയിട്ട് നമുക്ക് ഉണ്ടാവുന്ന ഒരു സമയം. അല്ല, ചിലർക്ക് അത് പറ്റും. പക്ഷെ അങ്ങനെ ഒരു മീനിങ് കണ്ടുപിടിച്ചാൽ കുഴപ്പമില്ല. ഒന്നുകൂടി നമുക്കതൊരു പ്രോസസ് എൻജോയബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നു. പിന്നെ ഓരോരുത്തരുടെ, ഇപ്പം ഞാൻ പലരോടും ഇങ്ങനെ സംസാരിക്കുമ്പോൾ ചോദിക്കുന്ന ആയിട്ടുള്ള ഒരു ആസ്പെക്ട്, ഓരോരുത്തരുടെ പ്രിപ്പറേഷനിലും അവരായിട്ട് നേരിട്ടിട്ടുള്ള ഒരുപാട് ചലഞ്ചുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഞാൻ വിജയിച്ച ആളുകളോടൊക്കെ സാധാരണ ചോദിക്കാറുണ്ട്, നിങ്ങൾ നേരിട്ട ചലഞ്ചുകളും നിങ്ങൾ എങ്ങനെ ഫേസ് ചെയ്തു എന്നുള്ളത്. പ്രിപ്പറേഷൻ ചെയ്യുന്നില്ല, അത് എന്തുകൊണ്ട് ചോദിക്കുന്നത് വെച്ചാൽ സിമിലർ ആയിട്ടുള്ള ചാലഞ്ച് നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും. അവർക്ക് സെയിം സാധനം അഡോപ്റ്റ് ചെയ്യാനല്ല, അങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ എൻ്റെ സിമിലർ ചലഞ്ച് അഡോപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഫേസ് ചെയ്ത ആളുകളും ഇത് മുന്നോട്ട് പോകാനും പറ്റിയിട്ടുണ്ട്, ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഷാദിയുടെ പ്രിപ്പറേഷൻ സ്റ്റേജിൽ ഷാദി നേരിട്ട ഓർത്തെടുക്കാൻ പറ്റുന്ന ചലഞ്ചുകൾ എന്തായിരുന്നു? എങ്ങനെയാണ് അത് ഫേസ് ചെയ്യുന്നത് ആ സമയം? നെറ്റിന്റെ പ്രിപ്പറേഷൻ സമയത്ത് എനിക്ക് നല്ല ആൻസൈറ്റി ആയിരുന്നു. ഇപ്പം രാവിലെ ഒക്കെ പഠിച്ച് രാത്രി നമ്മൾ കിടക്കാൻ പോകുമ്പോഴും ഉറക്കം കിട്ടുമോ ഇല്ലേ, പഠിച്ച് തീരോ എന്നുള്ളൊരു സാധനമായിരുന്നു. അത് പിന്നെ ഈ പ്രാവശ്യം ആകുമ്പോഴേക്കും അങ്ങനത്തെ ഒരു ആൻസൈറ്റി തീരില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ ആ ആൻസൈറ്റി തോന്നുന്ന സമയത്ത് ബുക്ക് എടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അത് അവിടെ തീരും എന്നുള്ളതാണ്. അപ്പം കുറെ ഫ്രണ്ട്സൊക്കെ പറയുന്നത് കേട്ടോ, അവർക്കും ഈ ഒരു പേടി കാരണമാണ് പല എക്സാമിലും ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരിക്കുന്നതെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ആൻസൈറ്റി ഒരു മേജർ ഇഷ്യൂ ആണ്, കിട്ടാതിരിക്കാനുള്ള, അറിയുന്നതും തെറ്റിക്കാനുള്ള ഒരു മേജർ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇതിലേ ഞാൻ അതിലേക്ക് ഒന്നുകൂടി വരാം. ഇപ്പം നമ്മൾ തന്നെ ഇഫറിൻ്റെ ഒരു അസസ്മെന്റ് ആസ്പെക്റ്റുകളിൽ ആങ്സൈറ്റി, ഒരുപാട് എക്സാം ആങ്സൈറ്റി കാരണം ഒരുപാട് ആളുകൾക്ക് ഇപ്പം
എയ്ഫറിൻ്റെ എക്സാമുകളും എയ്ഫറിൻ്റെ പ്ലാറ്റ്ഫോമിലും നല്ല സ്കോർ നേടുന്ന ഒരുപാട് ആളുകൾക്ക് മാർക്ക് നേടാൻ പറ്റാത്തുണ്ട്. ഞാനിപ്പോൾ പ്രിപ്പറേഷൻ അനലിസ്റ്റിസായിട്ട് കുട്ടികളോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ പറയുന്ന ഒരു കൺസേണും ഈ ആങ്സൈറ്റി, സ്ട്രെസ് പോലെയുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഷാദിയ അങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെ പോയ ആളാണ്, അത് മാനേജ് ചെയ്ത ആളാണ്, വാട്ട് എവർ ഇൻ യുവർ വേസ് ആൻഡ് ക്വാളിഫൈ ചെയ്ത ആളും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അതെങ്ങനെ മാനേജ് ചെയ്തു, ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഒന്നുകൂടി മുന്നോട്ട് പോവേണ്ടത് എന്നുള്ളത് ഒന്നുകൂടി ഷാദിയക്ക് പറഞ്ഞു തരാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ, എങ്ങനെയാണ്, ഐ മീൻ അറ്റ്ലീസ്റ്റ് അത് ഫേസ് ചെയ്യുന്ന ആളുകൾക്ക് ഒന്നുകൂടി ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി. ഞാനിപ്പം ഇപ്പം ഇന്ന് സൺഡേ ആണെങ്കിൽ ഞാൻ ആ വീക്ക് മൊത്തത്തിലേക്കുള്ള ടൈം ടേബിൾ മൊത്തം ഉണ്ടാക്കും. അതും ഒരു മിനിറ്റ് ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് പ്രീപ്ലാൻ ആയിട്ട്, ഇപ്പം രാവിലെ 5 to 6 ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആണ്, 6 to 7 എന്നത്, അതിൻ്റെ ഇടയിൽ ബ്രേക്ക് 15 മിനിറ്റ് ആണ്, കറക്റ്റ് അത് എഴുതി വെക്കും. അപ്പം നമുക്കറിയാലോ നമ്മൾ അടുത്ത നിമിഷം എന്താ ചെയ്യാൻ പോകുന്നത്. ഇതൊന്നും അങ്ങനെ പ്ലാനിങ് ഇല്ലാത്ത പക്ഷമാണ് നമുക്ക് ആൻസൈറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ കറക്റ്റ് പ്ലാൻ ചെയ്ത് എത്ര ദിവസത്തിനുള്ളിൽ തീർക്കാം എന്നുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്താൽ കുറേയൊക്കെ ഈ ആൻസൈറ്റി മറികടക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എക്സാം ആൻസൈറ്റിന്റെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എക്സാം ചെയ്ത് പ്രാക്ടീസ് ചെയ്യാന്നുള്ളത് തന്നെയാണ് തോന്നുന്നു. അങ്ങനെയാണെന്ന്, അതായത് മേ ബി പലരുടെയും നിങ്ങൾ പറഞ്ഞ പോലെ അപ്പയാണ് എനിക്ക് ഫീൽ ചെയ്തത്, പലരുടെയും ഈ ആങ്സൈറ്റിയുടെ ഒരു മേജർ റീസൺ ഇതൊക്കെ പരീക്ഷയ്ക്ക് മുമ്പ് പഠിച്ച് തീരുവോ, ഇത് എന്നെ കൊണ്ട് പോസിബിൾ ആവോ, അങ്ങനെ പോസിബിൾ അല്ലെങ്കിൽ എനിക്കത് പഠിച്ച് തീർക്കാൻ പറ്റൂലല്ലോ, അപ്പൊ എനിക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടൂലല്ലോ, അതെന്റെ ലൈഫിനെ എങ്ങനെ ഇമ്പാക്ട് ചെയ്യും എന്നുള്ള ഒരു അൾട്ടിമേറ്റ് തോട്ട് ആയിരിക്കാം പലർക്കും ഒരു ആങ്സൈറ്റിയുടെ റീസൺ ആയിട്ട് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ നമ്മളിതൊന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് വെക്കുമ്പോൾ, നമ്മളിതൊന്ന് എഴുതുന്ന സമയത്ത്, ഇനീഷ്യലി പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഐഡിയ കിട്ടും, ഇനിയുള്ള ദിവസങ്ങളിൽ ഞാനിത് പഠിച്ചാൽ തീരും എന്നുള്ള ക്ലാരിറ്റി തന്നെ ഒരു പരിധി വരെ ആങ്സൈറ്റിയെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറ്റുണ്ടാവില്ലല്ലോ, ഇത് ചെയ്യാനുണ്ട്. പക്ഷെ ആ ചിന്തിക്കുന്ന കാര്യങ്ങൾ അതേസമയം എഴുതി വെച്ചു കഴിഞ്ഞാൽ നമുക്കൊരു എങ്ങനെയാലും അതിനൊരു നമ്പർ ഉണ്ടാവും, ലിമിറ്റഡ് സംഭവങ്ങൾ ഉണ്ടാവും. പക്ഷെ ചിന്തിക്കും നമ്മൾ കണക്റ്റഡായി ഇങ്ങനെ ചിന്തിച്ചു പോകും. അപ്പൊ എനിക്ക് തോന്നുന്നു എഴുതി വെച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നാളെ എന്ത് പഠിക്കണം എന്നുള്ളത് കറക്റ്റായിട്ട്, ഇപ്പം വർക്കിന് പോയി പഠിക്കുന്നവരുണ്ടാവും, അല്ലാണ്ട് ഇതിനായിട്ട് ഇരിക്കുന്നവരുണ്ടാവും. അപ്പൊ നമുക്കറിയാം നമുക്ക് നാളെ എന്താ ചെയ്യേണ്ടത്, ഈ സമയം എന്താണ് ചെയ്യേണ്ടത്, കറക്റ്റ് അത് എഴുതി വെച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ആൻസൈറ്റിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ അതായത് ഒരു പ്രീ പ്ലാൻ ഉണ്ടാവും, എസ്പെഷ്യലി പരീക്ഷ റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്ട്. നിങ്ങൾ പറഞ്ഞ പോലെ എക്സാം ആങ്സൈറ്റിക്കും എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എത്രത്തോളം എക്സാം എഴുതാൻ പറ്റും അത്രത്തോളം എക്സാം എഴുതുക എന്നുള്ളത് ഞാനും കുട്ടികളോട് പറയാറുണ്ട്. അത് എക്സ്പീരിയൻസ് ചെയ്ത് അതൊരു ഇതാക്കുക എന്നുള്ളത് മാത്രം. പിന്നെ എക്സാം ചെയ്ത് കഴിയുമ്പോഴാണല്ലോ നമ്മളെ വീക്ക് ഏരിയ എന്താന്ന് മനസ്സിലാവുക. എക്സാം ചെയ്യാന്നുള്ളത് തന്നെയാണ്. അതായത് ബേസിക്കലി വീക്ക് ഏരിയകളെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തത് പോലും വീക്ക് ഏരിയനെ കുറിച്ചുള്ള ഒരു ഫിയർ ഉണ്ടാക്കും. ആ ഫിയറും ഈ പറഞ്ഞ പോലെ ആങ്സൈറ്റിക്ക് കാരണമാവും. ഓക്കെ, അതും ഈ എക്സാം എഴുതുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കും. എനിക്കറിയാത്ത കുറെ ടോപ്പിക് ഉണ്ട് എന്നുള്ള ഒരു ഫീലിംഗും ആങ്സൈറ്റി ഉണ്ടാക്കും തോന്നുന്നു. ഓക്കെ, അതായത് ഇപ്പൊ പലരും ചോദിക്കും നിങ്ങൾ ഏത് ഏരിയ ആണ് ഫോക്കസ് ചെയ്തത്, ഏതാണ് ഫോക്കസ് ചെയ്യേണ്ടാത്തതെന്ന്. അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അപ്പം ഏതിലാണ് നമ്മൾ കൂടുതൽ എഫേർട്ട് ഇടേണ്ടതെന്ന് ചോദിച്ചാൽ അത് ഓരോരുത്തരുടെ ആസ്പെക്ട് തന്നെയാണ്. അപ്പം എക്സാം ചെയ്ത് പരിശീലിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ എല്ലാം ബേസ് എന്ന് എനിക്ക് തോന്നിയത്. ഇതിലെ ഈ പലരും ചോദിക്കുന്ന ആസ്പെക്ട്, ഈ പേപ്പർ 1 കൂടുതൽ പഠിക്കുക, പേപ്പർ 2 ഇതിന്റെ ഒരു ബാലൻസ്, ഇതിന്റെ ഇങ്ങനെ ഒരു പ്രയോറിറ്റൈസേഷൻ എങ്ങനെയാണ് ചെയ്യാൻ പറ്റും? രണ്ടും ഞാൻ ഒരു ഹാഫ് ഡേ പേപ്പർ 1 ആണെങ്കിൽ ഹാഫ് ഡേ സൈക്കോളജി പഠിച്ചിട്ടുണ്ട്. രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം രണ്ടും ക്വസ്റ്റ്യൻ വരുമല്ലോ, രണ്ടും നമ്മൾ അറ്റൻഡ് ചെയ്യണം. പിന്നെ ഓരോരുത്തർക്ക് ചിലപ്പം പറഞ്ഞ പോലെ ചില സബ്ജക്റ്റ് ഈസി ഉണ്ടാവും, അവർക്ക് അവരുടേതനുസരിച്ച് പ്ലാൻ ചെയ്യാം. ഇന്നത് കുറച്ച് പഠിച്ച് ടഫുള്ള സബ്ജക്റ്റ് കൂടുതൽ പഠിക്കണം എന്നുള്ളത് പ്ലാൻ ചെയ്യാം. അല്ലാണ്ട് ജനറലി പേപ്പർ 1 കൂടുതൽ പഠിക്കണം എന്നോ അല്ലെങ്കിൽ പേപ്പർ 2 കൂടുതൽ പഠിക്കണം എന്നൊന്നുമില്ല. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ സ്ട്രോങ് ആൻഡ് വീക്ക് ഏരിയക്ക് അനുസരിച്ച് അതിന്റെ മാറ്റങ്ങൾ ഉണ്ടാവും. ഓക്കെ, പിന്നെ നമ്മൾ ഏതൊരാളുടെ, നമ്മളിപ്പോൾ ഈ പ്രാവശ്യം ഞാൻ പലരോട് പോയി സംസാരിച്ച സമയത്തും വിജയത്തിന് വേണ്ടി നമ്മൾ പറയാറുണ്ട്, ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ആസ്പെക്ട് അവരുടെ സപ്പോർട്ട് സിസ്റ്റം എന്നുള്ളതായിരിക്കാം. ഓക്കെ, മേ ബി ദ ഫാമിലി, ദ ഫ്രണ്ട്സ്, ദ ടീച്ചേഴ്സ് ആൻഡ് അതർ തിങ്സ്. അപ്പം ഷാദിയയുടെ സപ്പോർട്ട് സിസ്റ്റം ആരായിരുന്നു, എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു ഇന്ത്യയിൽ തന്നെ 1% ആളുകൾ മാത്രം വിജയിക്കുന്ന ഒരു പരീക്ഷ ജയിച്ചൊരു പൊസിഷനിലെത്തുമ്പോൾ നിങ്ങളുടെ ഈ വിജയത്തിന്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡായിട്ട് ലോകത്തോട് പറയണമെന്ന് ഷാദിയക്ക് തോന്നിയിട്ടുള്ള നിങ്ങൾ ആരാണ്? അതിൻ്റെ ഫാമിലി തന്നെയാണ്. കാരണം നമ്മൾ ഈ പ്രിപ്പറേഷൻ്റെ സമയത്ത് വേറൊന്നും ബോധർ ചെയ്യുന്നില്ലല്ലോ. ഇപ്പം നമ്മളെ ഫുഡായാലും ഡ്രസ്സ് അലക്കൽ വരെ അവർ തന്നെയാണ് ചെയ്തു തരല്. അപ്പം പ്ലസ് നമ്മൾ വേറൊരു
സ്ഥലത്തേക്ക് സോഷ്യൽ സ്പേസിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പം ചിലപ്പോൾ നമുക്ക് തന്നെ ദേഷ്യം വരും, കുറേ പഠിച്ച് ഫ്രസ്ട്രേഷൻ, അപ്പോൾ അതൊക്കെ നമ്മൾ വീട്ടുകാരെടുത്താണ് തീർക്കുക. പക്ഷെ ഓരോ പേഷ്യൻസോട് കൂടി കൈകാര്യം ചെയ്തുകൊണ്ടാണ് കിട്ടാൻ സാധിച്ചതെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ടുവാർഡ്സ് ഷാദിയുടെ ഈ പ്രിപ്പറേഷനിൽ ഒരു എയ്ഫർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ടു വാട്ട് എക്സ്റ്റെന്റ് എയ്ഫർ? ഞാൻ എയ്ഫറിലെ മെറ്റീരിയലും ക്ലാസ്സും മാത്രമാണ് ആശ്രയിച്ചത്. അതിൻ്റെ പുറത്തേക്കൊന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ പുറത്തേക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം ചില PYQ ആൻസേഴ്സ് ഒക്കെ അറിയാത്തത് ഗൂഗിൾ ചെയ്തു. അതല്ലാണ്ട് ഇപ്പം പ്രീവിയസ് ഇയർ ചെയ്യാൻ നമ്മൾ എയ്ഫർ ആപ്പിൽ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ചെയ്ത് ഇനിയിപ്പം തെറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ അതിലുണ്ട്. അതൊരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ ക്ലാസ് ആയാലും മെറ്റീരിയൽ ആയാലും വേറൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. എയ്ഫറിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് പഠിച്ചത്. ഓക്കെ, പിന്നെ ഇതിൽ ലൈഫിൽ തന്നെ ഇപ്പം ഷാദി പറഞ്ഞ പോലെ ഇപ്പം മെറ്റീരിയൽ, ക്ലാസ്, PYQ, JRF ക്ലബ് ഒരുപാട് ഫെസിലിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളും കുട്ടികളോട് പറയാറുണ്ട് ഇതെല്ലാം എല്ലാവർക്കും യൂസ്ഫുൾ ആവില്ല, നിങ്ങൾക്ക് ഉള്ളത് നിങ്ങൾ ചൂസ് ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഷാദിയൊക്കെ കൂടുതൽ എഫക്റ്റീവായിട്ട് ഫീൽ ചെയ്തത് എന്തായിരുന്നു? ഏത് ഫീച്ചേഴ്സ് ആയിരുന്നു? ഞാൻ ക്ലാസ് എല്ലാത്തിൻ്റെയും ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ളത് ഞാൻ കേൾക്കും. അതുപോലെ മെറ്റീരിയൽ ക്ലാസ് കേൾക്കേണ്ടാത്തത് ചിലത് മെറ്റീരിയൽ വായിക്കേണ്ടി വരും, അപ്പം മെറ്റീരിയൽ വായിക്കും. പിന്നെ JRF ക്ലബ്ബ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ PYQ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എയ്ഫർ ആപ്പിലുള്ള ഏകദേശം എല്ലാ PYQ ഞാൻ ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ PYQ തന്നെയാണ് നമുക്ക്, എസ്പെഷ്യലി കഴിഞ്ഞ കുറച്ച് എക്സാമ്പിൾ കൂടിയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ക്രൂഷ്യലായിട്ട് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത് PYQ എന്നുള്ള ആസ്പെക്ട് ആണ്. കോൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം, എന്നാലേ ഒരു ബേസ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് നിങ്ങൾ പറഞ്ഞ പോലെ PYQയിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ്. പക്ഷേ ഒരേ സമയം ഞാൻ PYQ മാത്രമല്ല ചെയ്തത്. PYQ ചെയ്യുന്ന അതേ സമയം തന്നെ ഞാൻ കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. കോൺസെപ്റ്റ് പഠിക്കുന്ന അതേ സമയം തന്നെ ക്ലാസ് കേട്ടിട്ടുണ്ട്. എല്ലാം കൂടി ഒരുമിച്ചാണ് കൊണ്ടുപോയത്. നമുക്കറിയാലോ ഇന്നതിൽ എനിക്ക് ക്ലാസ് കേൾക്കണം, അല്ലെ ഇന്നതിൽ വായിക്കണം എന്ന് പറയുമ്പോൾ ആ വിഷയം എടുത്തു വെച്ച് വായിക്കും. ഓക്കെ, ആ രീതിയിലാണുള്ളത്. ഓക്കെ, സോ ആസ് എ ഫൈനൽ ക്വസ്റ്റ്യൻ, നമ്മളിപ്പം പറഞ്ഞു ഒരു സൈക്കോളജി പോസ്റ്റ് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഞാൻ മനസ്സിലാക്കുന്നത് ഷാദിയ PG കഴിഞ്ഞ ഉടനെ തന്നെ അപ്രാവശ്യം എഴുതി, നെറ്റ് കിട്ടി, ജസ്റ്റ് ആഫ്റ്റർ JRF കിട്ടിയ ആളാണ്. അപ്പോൾ PG കഴിഞ്ഞ ഉടനെ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ഉണ്ടാവാറുണ്ട്. അവർക്ക് ഇത് ക്വാളിഫൈ ചെയ്യാൻ പറ്റുമോ പറ്റില്ല ഉടനെ തന്നെ. കാരണം ഒരുപാട് റിപ്പീറ്റഡ് ഉണ്ടാവും. പലപ്പോഴും അവരുടെ പല ഗസ്റ്റ് ടീച്ചേഴ്സും അല്ലെങ്കിൽ ഇപ്പോൾ ടെമ്പററി ആയിട്ടുള്ള ടീച്ചേഴ്സൊക്കെ എക്സാം എഴുതുന്നുണ്ടാവും. അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത് റിഗാർഡിങ് ജസ്റ്റ് അലോങ് വിത്ത് PG പഠിക്കുക, അതോടുകൂടി ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് ടേക്കിൽ? പഠിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അല്ലാതെ JRF ഞാനും പഠിക്കുന്ന സമയത്ത് ഇത് കിട്ടൂല എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. പഠിച്ചാൽ കിട്ടാവുന്നേ ഉള്ളൂ. പക്ഷെ പറഞ്ഞ പോലെ നമുക്ക് എന്തിനാണ് നമ്മൾ നെറ്റ് എഴുതുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് നമുക്ക് JRF എന്നുള്ളൊരു ക്ലാരിറ്റി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിന് വർക്ക് ചെയ്യും എന്നുള്ളതാണ്. ആദ്യം പഠിക്കുന്നതിന് മുമ്പ് ആ ക്ലാരിറ്റി ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി കാര്യം എളുപ്പമാകും. ഇപ്പോൾ PG പഠിക്കുന്നവരായാലും അത് കഴിഞ്ഞവരായാലും നമുക്ക് എന്തിനാണ് നെറ്റ് കിട്ടിയിട്ട് എന്താ ഇതിൻ്റെ ഉപകാരം, എല്ലാവരും കൂടെ എഴുതുന്നതാണോ എന്നുള്ളൊരു സാധനം നമ്മൾ മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിൽ ഇരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് കൺക്ലൂഡിങ് ആസ്പെക്ട്, നമുക്കൊരു വാല്യൂ ഉണ്ടാവുക, നമുക്കിത് കിട്ടുന്നതിൽ ഒരു മീനിങ് ഉണ്ടാവുക, നമ്മൾ PYQയിൽ നമ്മൾ കൂടുതൽ ഫോക്കസ്ഡ് ആവുക, നമ്മളൊരു ഫ്യൂച്ചറിനെ കുറിച്ച് അറ്റ്ലീസ്റ്റ് നമ്മളെ പ്രിപ്പറേഷൻ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു വെൽ പ്ലാൻ ഉണ്ടാവുക, ഒരു സിസ്റ്റം ഉണ്ടാവുക, ഒരു വെൽ കലണ്ടർ ഉണ്ടാവുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഒരു ഹോപ്പോടുകൂടി ചെയ്താൽ ആരും വിജയിക്കുമെന്നുള്ളത് തന്നെയാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, താങ്ക് യു ഷാദിയ. വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു.